നമ്മൾ ഈ NRCയുടെ പുറത്ത് വരുന്ന സമയത്ത് ഇത് പരിഗണിക്കുന്ന സമയത്ത് നിങ്ങൾ 71 മുമ്പ് ഇന്ത്യയിലേക്ക് വന്നതാണ്. ഇതാ കണ്ടീഷൻ, ചോദ്യങ്ങളുണ്ട്. 2014 മുമ്പ് ഇവിടേക്ക് എത്തിയത് ആളുകൾക്കൊക്കെ ചോദ്യം ഇതാണ്, നിങ്ങൾ എത്തിയ ഇവിടേക്ക് കടന്നു വന്നയാളാണോ? അങ്ങനെ പിന്നെ കണക്കാക്കാൻ പറയാൻ കഴിയുമോ? പലർക്കും കഴിയില്ലല്ലോ. ഇവർ ഈ പറയുന്ന എല്ലാ RSSകാരനും അവരുടെയൊക്കെ പിതാമഹന്മാരുടെ കുഴിമാടം തോണ്ടേണ്ടി വരും. അവരൊക്കെ സൂക്ഷിച്ചു വെച്ച ആമാടപ്പട്ടി തുറക്കേണ്ടി വരും. അല്ലാതെ എവിടെ നിന്ന് രേഖ ഉണ്ടാക്കാൻ? ഈ പറയുന്ന രീതിയിൽ ഇവിടെ രാജ്യത്ത് ജീവിച്ചിരുന്നു എന്ന് തെളിയിക്കുന്ന എന്ത് രേഖ ഇവർക്ക് ഹാജരാക്കാൻ പറ്റും? പാസ്പോർട്ട് പറ്റില്ല, ആധാർ കാർഡ് പറ്റില്ല, അത്തരത്തിലുള്ള ഒരു രേഖയും. ഇപ്പോൾ 1969 നിയമം വന്നിട്ട് 1970 ജനിച്ച എനിക്കെന്തില്ല? ബർത്ത് സർട്ടിഫിക്കറ്റ് ഇല്ല. അപ്പോൾ എങ്ങനെയാണ് 48 ജനിച്ച നരേന്ദ്രമോദിക്ക് ബർത്ത് സർട്ടിഫിക്കറ്റ് ഉണ്ടാവുക? സ്വാഭാവികമായും അദ്ദേഹത്തിന് ഒരു ബർത്ത് സർട്ടിഫിക്കറ്റ് ഇന്ത്യയിൽ അതിന് തന്ന മറുപടി എന്താ? ഒരു ജന്മനാൽ പൗരൻ. അപ്പൊ എന്ത് അടിസ്ഥാനത്തിൽ തന്നു? അതെ, എന്ത് അടിസ്ഥാനത്തിലാണ് ഇന്ത്യ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് കിട്ടിയ ഒരു RTI മറുപടി വസ്തുതാവിരുദ്ധമായ വിവരമാണ് അതിൽ ചേർത്തിട്ടുള്ളത്. അദ്ദേഹം ജന്മനാൽ പൗരൻ. ഹൗ? നമ്മുടെ ചോദ്യം അതാണ്, എങ്ങനെ? ഞാൻ ഈ ചോദ്യം ആദ്യം ചോദിച്ചത് ഒരു വട്ടമേശയിൽ വെച്ച് BJPയുടെ അന്നത്തെ ജില്ലാ ട്രഷററോടായിരുന്നു. അദ്ദേഹത്തോട് ചോദിച്ചു, താങ്കൾക്ക് പൗരത്വമുണ്ടോ? താങ്കൾക്ക് ബർത്ത് സർട്ടിഫിക്കറ്റ് ഉണ്ടോ? എൻ്റെ സമപ്രായക്കാരനാണ്. അദ്ദേഹം പറഞ്ഞു ഇല്ല. പിന്നെ എങ്ങനെ താങ്കൾ ഇന്ത്യയിൽ ജന്മനാൽ പൗരനാകും എന്ന ചോദ്യം. അവിടെ നിന്നാണ് നമ്മൾ അദ്ദേഹത്തിന് ബർത്ത് സർട്ടിഫിക്കറ്റ് ഇല്ല. അദ്ദേഹം എന്ത് പറഞ്ഞു ഈ നിയമത്തോട്? അദ്ദേഹം അപ്പോഴാണ് മനസ്സിലാക്കുന്നത് ബർത്ത് സർട്ടിഫിക്കറ്റ് ഇല്ലാതെ എനിക്ക് എങ്ങനെയാണ് ഇന്ത്യയിൽ ജന്മനാ പൗരത്വം ലഭിക്കുന്നത്. അദ്ദേഹം പോലും ചിന്തിക്കുന്നത് അപ്പോഴാണ്. അന്ന് അവിടെ BJPയുടെ നിയോജക മണ്ഡലം പ്രസിഡന്റ് ഒരു അഡ്വക്കേറ്റാണ് BJPയെ പ്രതിനിധീകരിച്ചിരുന്നത്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും ആളെ വിളിച്ചിട്ടാണ് വട്ടമേശ സംഘടിപ്പിക്കുക, സംവാദം. അപ്പോൾ അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു, താങ്കളുടെ മതം ഏതാണ് വക്കീല്? അപ്പോൾ അദ്ദേഹം വിശ്വനാഥൻ എന്നോ പേര് ഞാൻ ഓർക്കുന്നില്ല. അദ്ദേഹം പറഞ്ഞു ഞാൻ ഹിന്ദുവാണ്. ഞാൻ ചോദിച്ചു, എവിടെ നിങ്ങൾ ഹിന്ദുവാണ് എന്ന് തെളിയിക്കുന്ന രേഖ ഏതാണ് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു SSLC ബുക്കിലുണ്ട്. ഞാൻ പറഞ്ഞു അത് നിങ്ങളുടെ അച്ഛൻ നിങ്ങളെ സ്കൂളിൽ ചേർക്കുന്ന സമയത്തോ അല്ലെങ്കിൽ അമ്മ സ്കൂളിൽ ചേർക്കുന്ന സമയത്തോ HMനോട് പറഞ്ഞു കൊടുത്തതാണ്, അല്ലാതെ എന്ത് അടിസ്ഥാനം? അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാണ്? ഇന്ത്യൻ നമുക്ക് നരേന്ദ്രമോദിജിയോട് ഒരു ദേഷ്യം ഉണ്ടായിട്ടല്ല, പക്ഷേ ഇന്ത്യയുടെ എക്സിക്യൂട്ടീവിൻ്റെ തലവനാണ് അദ്ദേഹം. ഈ നിയമങ്ങൾ നടപ്പാക്കുന്ന ഗവൺമെൻറ്റിൻ്റെ തലവനാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു തലവന് ഈ പറയുന്ന തരത്തിൽ അദ്ദേഹത്തിൻ്റെ മതം തെളിയിക്കാൻ പറ്റുന്ന രേഖ അദ്ദേഹത്തിൻ്റെ കൈവശമുണ്ടോ? CAA കൊണ്ടുവന്നപ്പോൾ അതിൽ കൊണ്ടുവന്ന ഭേദഗതി എന്താണ്? അവിടേക്ക് അതുവരെ ഉണ്ടായിട്ടില്ലാത്ത, രാജ്യത്ത് നേരത്തെ പൗരത്വ നിയമമുണ്ട്, ഇവർ പുതിയ നിയമം കൊണ്ടുവന്നൊന്നുമല്ല, പൗരത്വ നിയമത്തിന് ഭേദഗതി കൊണ്ടുവരിക. എന്താ ഭേദഗതി? മതത്തെ അതിലേക്ക് കുത്തിച്ചെലുത്തുകയാണ്. മതത്തെ പൗരത്വം കൊടുക്കുന്നതിനുള്ള മാനദണ്ഡങ്ങളിൽ പെടുത്തുകയാണ്. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും ഇവിടെ ജീവിക്കുന്ന ആളുകൾക്ക് മതം ഏതാണെന്ന് കാണിക്കുന്ന ഒരു രജിസ്റ്റർ ഉണ്ടാകണ്ടേ? നമസ്കാരം. പൗരത്വ ഭേദഗതി നിയമം കഴിഞ്ഞ തവണ പാസ്സാക്കുമെന്ന് പറഞ്ഞപ്പോൾ വല്ലാത്ത രീതിയിലേക്കുള്ള പ്രതിഷേധങ്ങൾ ശരിക്കും കേരളം ഒട്ടാകെ, അല്ല ഇന്ത്യ ഒട്ടാകെ കണ്ടതാണ്. വല്ലാത്ത രീതിയിലേക്കുള്ള പ്രതിഷേധമൊക്കെയാണ് കേരളത്തിൽ നടന്നത്. ഇപ്പോൾ പൗരത്വ ഭേദഗതി ചട്ടം എന്നുള്ള സംഭവം വരുമ്പോൾ എടുത്തു പറയേണ്ട ഒരു സംഭവം കൂടിയുണ്ട്. പൗരത്വ ഭേദഗതി നിയമം വന്ന സമയത്ത് പ്രധാനമന്ത്രിയുടെ മതം ചോദിച്ച വ്യക്തിയാണ് നമ്മുടെ മുന്നിലിരിക്കുന്നത്. ഇന്ന് പീപ്പിൾ വോയിസ് കേരളയുടെ ഒരു അംഗം കൂടി തന്നെയാണ്. വിനോട്ട, എന്തുകൊണ്ടാണ് അന്ന് പ്രധാനമന്ത്രിയുടെ മതം ചോദിച്ചത്? അത് ആ മതം ചോദിക്കാനുള്ള ആസ്പദമായ സംഭവം എന്തായിരുന്നു? അത് പ്രധാനമായിട്ടും നമ്മൾ ഇത് സംബന്ധിച്ച വലിയ ആമുഖത്ത് പറഞ്ഞതുപോലെ വലിയ പ്രക്ഷോഭങ്ങൾ, പ്രതിഷേധങ്ങൾ രാജ്യം മുഴുവൻ വന്നല്ലോ. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ജനങ്ങളിൽ വല്ലാത്ത ഒരു ആശങ്ക ഇങ്ങനെ അത് ഉണ്ടാക്കിയിരുന്നു, പ്രത്യേകിച്ചും ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ പെടുന്ന ജനങ്ങൾക്കിടയിൽ. ഇപ്പം ഇന്ത്യയിൽ അങ്ങനെ ഒരു നിയമം വരുമ്പോൾ അത് വലിയ ആശങ്കയാകുന്നുണ്ട് എന്ന ഒരു ബോധ്യത്തിൽ നിന്നാണ് നമ്മൾ ഒരു സംവാദ സദസ്സുകൾ നമ്മുടെ കോഴിക്കോട് പട്ടണത്തിൽ പല ഭാഗങ്ങളിലായിട്ട് നടത്തിയത്. വട്ടമേശ എന്നായിരുന്നു അതിൻ്റെ പേര്. അപ്പോൾ മതത്തിലേക്ക് വരുന്നതിന് മുമ്പ് നമ്മൾ ആദ്യം RTI ഫയൽ ചെയ്തത് പ്രധാനമന്ത്രിയുടെ പൗരത്വം, എൻ്റെ പൗരത്വം ചോദ്യം ചെയ്യുന്ന, അല്ലെങ്കിൽ ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങളുടെയും പൗരത്വമുണ്ടോ ഇല്ലേ എന്ന് ചോദ്യം ചെയ്യുന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് ആ നിയമം പാസ്സാക്കിയ ഇന്ത്യൻ പാർലമെൻറ്റിലെ അംഗങ്ങൾക്ക്, രാജ്യസഭയിലെയും ലോക്സഭയിലെയും ഒക്കെ അംഗങ്ങൾക്ക് ഇന്ത്യൻ പൗരത്വമുണ്ടോ? അപ്പോൾ എങ്ങനെ ഒരു ചർച്ച വന്നപ്പോഴാണ് എല്ലാവരുടേതും നമുക്ക് ചോദിക്കാൻ പറ്റില്ല, അതിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് ഇന്ത്യയുടെ പൗരത്വമുണ്ടോ? അതിന് കിട്ടിയ മറുപടി എന്തായിരുന്നു? ആ ചോദ്യത്തിന് നമുക്ക് RTI ഫയൽ ചെയ്ത സമയത്ത് അധികം വൈകാതെ നമുക്ക് മറുപടി ലഭിച്ചു. ഇന്ത്യൻ പ്രധാനമന്ത്രി ജന്മനാൽ പൗരനാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള മറുപടിയാണ് കിട്ടിയത്. അപ്പോൾ സ്വാഭാവികമായും ഒരു പ്രശ്നമുണ്ട്. ജന്മനാൽ പൗരനാണ് എന്ന് പറയണമെങ്കിൽ
അദ്ദേഹം ഇന്ത്യയിൽ നമ്മുടെ പൗരത്വ നിയമത്തിലെ പ്രധാനപ്പെട്ട ഒരു സംഭവം എന്ന് പറയുന്നത് ജന്മനാൽ പൗരത്വം ലഭിക്കുന്നു. അതുപോലെ തന്നെ അച്ഛനും അമ്മയ്ക്കും പൗരത്വം ഉണ്ടെങ്കിൽ അതിൽ ജനിക്കുന്ന കുഞ്ഞിന് ജനിക്കുന്നു. ഇങ്ങനെ തുടങ്ങിയിട്ടില്ല. അതിന് 916 പൗരത്വം എന്ന് ഞാൻ പറയും. അങ്ങനെയുള്ള 2 പൗരത്വം മറ്റ് പല കണ്ടീഷൻസ് വെച്ചുകൊണ്ട് ഇന്ത്യയിൽ പൗരത്വം കൊടുക്കുന്നതിനുണ്ട്. ഉദാഹരണത്തിന് സോണിയാഗാന്ധി അവരിവിടേക്ക് ഇന്ത്യക്കാരനായ ഒരാളെ വിവാഹം കഴിച്ച് ഇവിടെ വന്ന് ഇവിടെ താമസിക്കാൻ വേണ്ടി വന്ന സമയത്ത് നിബന്ധനകൾ പാലിച്ചുകൊണ്ട് അവർക്ക് പൗരത്വം അനുവദിക്കുന്നു. അപ്പോൾ ഗോവയിലെ ജനങ്ങൾക്ക് ഇന്ത്യയോട് ചേർത്ത സമയത്ത് ആ പ്രദേശം അങ്ങനെ പല കണ്ടീഷൻസ് ഉണ്ട് പൗരത്വം നൽകുന്നതിന്. അതിൽ ഞാൻ 916 എന്ന് പറയുന്നത് ജന്മനാൽ ലഭിക്കുന്ന പൗരത്വവും അച്ഛനും അമ്മയും പിന്നെ പൗരന്മാരായതുകൊണ്ട് അവരുടെ മക്കൾക്ക് ലഭിക്കുന്ന പൗരത്വം, ഇതിന് രണ്ടിനും സ്റ്റേറ്റിന് ഒരു തരത്തിലും വേറെ ഇടപെടാൻ കഴിയാത്ത, പിന്നീട് ആ പൗരത്വത്തിന് ഇളക്കം തട്ടിക്കാൻ പറ്റാത്ത രീതിയിലുള്ള പൗരത്വമാണ് ഈ രണ്ട്. അതുകൊണ്ടാണ് ഞാൻ അതിന് 916 പൗരത്വം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു പൗരത്വത്തിന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി അർഹനാണോ? ഇതാണ് നമ്മൾ ഉയർത്തിയ ചോദ്യം. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അനുഭവത്തിൽ നിന്നാണ് ഓരോ വ്യക്തിഗതമായി. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഇന്ത്യയിൽ ജനിച്ചു എന്നതിനൊരു രേഖയില്ല. കാരണം ബർത്ത് സർട്ടിഫിക്കറ്റാണ് അതിൻ്റെ അടിസ്ഥാന രേഖ. ഞാൻ 1970 ജനിച്ചതെങ്കിലും എന്നെ സ്കൂളിൽ ചേർത്തിയത് 4.5 വയസ്സ് പൂർത്തിയാകാതെ പെട്ടെന്ന് 5 വയസ്സ് പൂർത്തിയായി എന്ന് കാണിച്ച് അങ്ങനെയൊക്കെയാണ് അന്ന്. ഒരു HM എന്ത് ചെയ്യുന്നു, ഒരു ഡേറ്റ് ഓഫ് ബർത്ത് അങ്ങ് തീരുമാനിക്കുന്നു. അങ്ങനെയാണ് എനിക്ക് 1969 മെയ് മാസത്തിലെ, എല്ലാവർക്കും മെയ് മാസത്തിലെ, ഈ വീഡിയോ കാണുന്ന പല ആളുകൾക്കും നിങ്ങൾ നോക്കിയാൽ അറിയാം, നിങ്ങളുടെ ചുറ്റുമുള്ള എല്ലാവർക്കും ഒരു മെയ് മാസമായിരിക്കും ഒഫീഷ്യൽ ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ടാവുക. അത് കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു HM അങ്ങനെ എഴുതുന്നതാണ്. അദ്ദേഹം 5 വയസ്സ് തികയണമെങ്കിൽ ജൂണിലാണല്ലോ ചേർക്കുക. അപ്പോൾ അതിന് തൊട്ട് മുമ്പുള്ള മാസം അദ്ദേഹത്തിന് വയസ്സ് പൂർത്തിയായിരിക്കുന്നു എന്നുള്ളൊരു ഡേറ്റ് കൊടുക്കുകയാണ്. അങ്ങനെയാണ് മിക്കവാറും ആളുകൾക്ക് ഈ മെയ് മാസം ഡേറ്റ് ഓഫ് ബർത്ത് വരുന്നത്. അങ്ങനെ ചേർത്തതാണ് എൻ്റെയും ഡേറ്റ് ഓഫ് ബർത്ത്. അപ്പോൾ ഞാൻ പരിശോധിച്ച സമയത്ത് താങ്കളുടെ വയസ്സ് എത്രയാണ്? യഥാർത്ഥത്തിൽ എൻ്റേത് 1970 ആണ്. 70 പറയുമ്പോൾ എത്ര വയസ്സായി? എനിക്ക് 54 വയസ്സ്. 54 വയസ്സായി. പ്രധാനമന്ത്രിക്ക് എത്ര വയസ്സായി? അവിടെയാണ് നമ്മൾ ചോദ്യം പോകുന്നത്. പ്രധാനമന്ത്രിക്ക് എത്ര വയസ്സായി? എനിക്കില്ലാത്ത ബർത്ത് സർട്ടിഫിക്കറ്റ് എങ്ങനെ പ്രധാനമന്ത്രിക്ക് ഉണ്ടാകും? അതായത് പ്രധാനമന്ത്രർക്ക് പോലും ബർത്ത് സർട്ടിഫിക്കറ്റ് ഇല്ല എന്നുള്ളതാണ്. അതായത് അപ്പൊ എങ്ങനെയാണ് പ്രധാനമന്ത്രി ഇന്ത്യൻ പൗരനാവുക എന്നാണ് അതിൽ കാരണമുണ്ട്. അതാണ് നമ്മൾ അന്വേഷണം പോകുന്നത്. അപ്പോൾ ഞാൻ സ്വാഭാവികമായിട്ടും നമുക്ക് പിന്നെ ഉള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് വിക്കിപീഡിയ പരിശോധിക്കലാണല്ലോ. വിക്കിപീഡിയ പരിശോധിച്ച സമയത്ത് 1947 48 കൃത്യം ഞാൻ ഓർക്കുന്നില്ല, അന്ന് കൊടുക്കുന്ന സമയത്ത് 47 48 വഡോദരയിൽ അദ്ദേഹം ജനിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ 1969 ഇന്ത്യയിൽ ജനന മരണ രജിസ്ട്രേഷൻ എന്ന് പറയുന്ന നിയമം ഇന്ത്യയിൽ പാസ്സാവുന്നത്, ഇന്ത്യയിൽ വരുന്നത്. അപ്പോൾ 1969 നിയമം വന്നിട്ട് 1970 ജനിച്ച എനിക്കെന്തില്ല, ഡേറ്റ് ഓഫ് ബർത്ത് കാണിക്കുന്ന ബർത്ത് സർട്ടിഫിക്കറ്റ് ഇല്ല. അപ്പോൾ എങ്ങനെയാണ് 48 ജനിച്ച നരേന്ദ്രമോദിക്ക് ബർത്ത് സർട്ടിഫിക്കറ്റ് ഉണ്ടാവുക? സ്വാഭാവികമായും അദ്ദേഹത്തിന് ഒരു ബർത്ത് സർട്ടിഫിക്കറ്റ് ഇന്ത്യയിൽ ജനിച്ചു. അതിന് തന്ന മറുപടി എന്താ? ഒരു ജന്മനാൽ പൗരൻ. അപ്പോൾ എന്ത് അടിസ്ഥാനത്തിൽ തന്നു? അതെ, എന്ത് അടിസ്ഥാനത്തിലാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് കിട്ടിയ ഒരു RTI മറുപടിയിൽ വസ്തുതാ വിരുദ്ധമായ വിവരമാണ് അതിൽ ചേർത്തിട്ടുള്ളത്. അദ്ദേഹം ജന്മനാൽ പൗരൻ. ഹൗ? നമ്മുടെ ചോദ്യം അതാണ്. എങ്ങനെ? അദ്ദേഹത്തിന് അതിന് തെളിയിക്കാനുള്ള, അതുമായി ബന്ധപ്പെട്ട് നമുക്ക് മുന്നോട്ട് പോകേണ്ടതുണ്ട്. അപ്പം അതങ്ങനെ കഴിഞ്ഞു, ആ മറുപടി വന്നു. നമ്മുടെ സംവാദം ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. കാരണം നിരന്തരമായ പ്രക്ഷോഭം രാജ്യം മുഴുവൻ നടക്കുകയാണല്ലോ. ഷഹീൻ ബാഗ് ഉൾപ്പെടെ നമുക്ക് ഓർമ്മയുണ്ട്. ഇന്ത്യ കണ്ട എക്കാലത്തെയും വലിയ സമരങ്ങൾ തെരുവുകളിൽ അലയടിക്കുന്ന ഒരു കാലഘട്ടം. ആ ഘട്ടത്തിൽ മുന്നോട്ട് പോകുമ്പോൾ ഞാൻ ഈ ചോദ്യം ആദ്യം ചോദിച്ചത് ഒരു വട്ടമേശയിൽ വെച്ച് BJPയുടെ അന്നത്തെ ജില്ലാ ട്രഷററോടായിരുന്നു. അദ്ദേഹത്തോട് ചോദിച്ചു, താങ്കൾക്ക് പൗരത്വമുണ്ടോ, താങ്കൾക്ക് ബർത്ത് സർട്ടിഫിക്കറ്റ് ഉണ്ടോ? എൻ്റെ സമപ്രായക്കാരനാണ്. അദ്ദേഹം പറഞ്ഞു ഇല്ല. പിന്നെ എങ്ങനെ താങ്കൾ ഇന്ത്യയിൽ ജന്മനാൽ പൗരനാകും എന്ന ചോദ്യം. അവിടെ നിന്നാണ് നമ്മൾ. അദ്ദേഹം എന്ത് പറഞ്ഞു അതിനോട്? അദ്ദേഹത്തിന് ബർത്ത് സർട്ടിഫിക്കറ്റ് ഇല്ല. അദ്ദേഹം എന്ത് പറഞ്ഞു ഈ നിയമത്തോട്? അദ്ദേഹം അപ്പോഴാണ് മനസ്സിലാക്കുന്നത് ബർത്ത് സർട്ടിഫിക്കറ്റ് ഇല്ലാതെ എനിക്ക് എങ്ങനെയാണ് ഇന്ത്യയിൽ ജന്മനാ പൗരത്വം ലഭിക്കുന്നത്. അദ്ദേഹം പോലും ചിന്തിക്കുന്നത് അപ്പോഴാണ്. അങ്ങനെയാണ് നമ്മൾ ആദ്യത്തെ RTI ഫയൽ ചെയ്യുന്നത്. പിന്നീട് ആ വട്ടമേശ മൂവ് ചെയ്ത് പല ഭാഗങ്ങളിൽ നടക്കും. പയ്യോളിയിൽ വെച്ച് ഒരു വട്ടമേശ ചേരുന്ന സമയത്താണ് ഇപ്പോൾ നേരത്തെ ആമുഖത്തിൽ ബാബു സൂചിപ്പിച്ചതുപോലെ പ്രധാനമന്ത്രിയുടെ മതം ചോദിക്കുന്ന RTIയിലേക്കുള്ള സ്പാർക്ക് വരുന്നത്. അന്ന് അവിടെ BJPയുടെ നിയോജക മണ്ഡലം പ്രസിഡന്റ് ഒരു അഡ്വക്കേറ്റാണ് BJPയെ പ്രതിനിധീകരിച്ചിരുന്നത്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും ആളെ വിളിച്ചിട്ടാണ് വട്ടമേശ സംഘടിപ്പിക്കുക, സംവാദം. അപ്പോൾ അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു, താങ്കളുടെ മതം ഏതാണ് വക്കീലെ? അപ്പോൾ അദ്ദേഹം വിശ്വനാഥൻ എന്നോ പേര് ഞാൻ ഓർക്കുന്നില്ല, അദ്ദേഹം പറഞ്ഞു ഞാൻ ഹിന്ദുവാണ്. അപ്പം ഞാൻ ചോദിച്ചു, എവിടെ നിങ്ങൾ ഹിന്ദുവാണ് എന്ന് തെളിയിക്കുന്ന രേഖ ഏതാണ് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു SSLC ബുക്കിലുണ്ട്. ഞാൻ പറഞ്ഞു അത് നിങ്ങളുടെ അച്ഛൻ നിങ്ങളെ സ്കൂളിൽ ചേർക്കുന്ന സമയത്തോ അല്ലെങ്കിൽ അമ്മ സ്കൂളിൽ ചേർക്കുന്ന സമയത്തോ HMനോട് പറഞ്ഞു കൊടുത്തതാണ്. അല്ലാതെ എന്ത് അടിസ്ഥാനം? നിങ്ങൾ ഇന്ന മതത്തിൽ പറഞ്ഞവരാണ് എന്ന് പറയുന്ന തരത്തിലുള്ള ഒരു രേഖ ഈ രാജ്യത്തുണ്ടോ? അതുണ്ടെങ്കിൽ ആ രേഖയുടെ ഒരു പകർപ്പിൽ താങ്കളുടെ പേര് ഉൾപ്പെടുത്തുന്നത് കാണിച്ചു തരൂ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് മുമ്പിൽ അദ്ദേഹം കൈമലർത്തി. അദ്ദേഹത്തിന് മുമ്പിൽ അങ്ങനെ ഒരു രേഖയില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാണ്? ഇന്ത്യൻ നമുക്ക് നരേന്ദ്രമോദിജിയോട് ഒരു ദേഷ്യം ഉണ്ടായിട്ടല്ല,
പക്ഷേ ഇന്ത്യയുടെ എക്സിക്യൂട്ടീവിൻ്റെ തലവനാണ് അദ്ദേഹം. ഈ നിയമങ്ങൾ നടപ്പാക്കുന്ന ഗവൺമെൻറ്റിൻ്റെ തലവനാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു തലവന് ഈ പറയുന്ന തരത്തിൽ അദ്ദേഹത്തിൻ്റെ മതം തെളിയിക്കാൻ പറ്റുന്ന രേഖ അദ്ദേഹത്തിൻ്റെ കൈവശമുണ്ടോ? എന്തുകൊണ്ടാണ് നമ്മൾ മതത്തിനെ സംബന്ധിച്ച് ഈ ചോദ്യം ചോദിക്കാൻ കാരണം? മതവും ജാതിയും ചോദിക്കാൻ പാടില്ല, ആരുടെയും അങ്ങനെയാണല്ലോ. നമ്മൾ ആരോടും ജാതി ചോദിക്കരുത് എന്നാണ്, മതം ചോദിക്കരുതെന്നൊക്കെയാണ്. അപ്പോൾ പക്ഷേ നമ്മൾ ചോദിക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, CAA കൊണ്ടുവന്നപ്പോൾ അതിൽ കൊണ്ടുവന്ന ഭേദഗതി എന്താണ്? അവിടേക്ക് അതുവരെ ഉണ്ടായിട്ടില്ലാത്ത, രാജ്യത്ത് നേരത്തെ പൗരത്വ നിയമമുണ്ട്, ഇവർ പുതിയ നിയമം കൊണ്ടുവന്നൊന്നുമല്ല, പൗരത്വ നിയമത്തിന് ഭേദഗതി കൊണ്ടുവരിക. എന്താ ഭേദഗതി? മതത്തെ അതിലേക്ക് കുത്തിച്ചെലുത്തുകയാണ്, മതത്തെ പൗരത്വം കൊടുക്കുന്നതിനുള്ള മാനദണ്ഡങ്ങളിൽ പെടുത്തുകയാണ്. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും ഇവിടെ ജീവിക്കുന്ന ആളുകൾക്ക് മതം ഏതാണെന്ന് കാണിക്കുന്ന ഒരു രജിസ്റ്റർ ഉണ്ടാകണ്ടേ? മണ്ണിന് രജിസ്റ്റർ ഉണ്ടെന്നേ, ഇവിടുത്തെ മണ്ണിന് രജിസ്റ്റർ ഉണ്ട്. എയർ രജിസ്റ്റർ എന്ന് പറയുന്ന 1936 ബ്രിട്ടീഷുകാരുണ്ടാക്കിയ രജിസ്റ്റർ ഉണ്ട്. അതിന് നഞ്ചയാണോ പുഞ്ചയാണോ നിലമാണോ തോട്ടമാണോ എന്നൊക്കെ പറയുന്ന രീതിയിൽ നമ്മുടെ ആധാരത്തിൽ പട്ടികയിലെ കോളത്തിൽ എഴുതുന്ന തരം എന്ന് പറയുന്നത്, അത് തരംതിരിക്കുന്നത് ഈ രജിസ്റ്ററിൻ്റെ അടിസ്ഥാനത്തിലാണ്. നമ്മളൊരു കൈവശാവകാശത്തിന് അപേക്ഷ കൊടുത്താൽ ആ രജിസ്റ്റർ നോക്കിയിട്ടാണ് നമുക്കതിൻ്റെ ഈ പറയുന്ന തരം തീരുമാനിച്ച് വില്ലേജ് ഓഫീസിൽ നിന്ന് സർട്ടിഫിക്കറ്റ് കിട്ടുക. പക്ഷേ മണ്ണിനുണ്ട്, പക്ഷെ മനുഷ്യനില്ല. ഇതാണ് യഥാർത്ഥത്തിൽ ഈ രാജ്യത്തിൻ്റെ അവസ്ഥ. അങ്ങനെയുള്ള സന്ദർഭത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ മതം ചോദിക്കുന്നതിന് RTA നമ്മൾ ഫയൽ ചെയ്തു. പക്ഷേ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് നമുക്ക് ലഭിച്ച മറുപടി ഈ പറയുന്ന തരത്തിൽ അദ്ദേഹത്തിൻ്റെ മതം ഏതാണ് എന്ന് തീരുമാനിക്കുന്ന തരത്തിലുള്ള രേഖ ഈ ഓഫീസിൽ സൂക്ഷിക്കുന്നില്ല എന്നാണ്. പക്ഷേ വിവരാവകാശ നിയമപ്രകാരം ഏത് രേഖ ഏത് ഓഫീസിലാണുള്ളതെങ്കിൽ അവിടെ ചെന്ന് അത് കളക്ട് ചെയ്ത്, നമ്മൾ ലേമേനാണ്, സാധാരണക്കാരനാണ്, നമുക്ക് ഏത് രേഖ ഏത് ഓഫീസിൽ തിരയണമെന്നൊന്നും നമുക്കറിയില്ല. അക്ഷരാഭ്യാസമില്ലാത്ത ശതകോടികൾ ഇന്ത്യയിലുണ്ട്, അതിൽപ്പെട്ട ഒരാളാണ് ഞാൻ എന്നാണ് ആ നിയമം കണക്കാക്കേണ്ടതെന്നാണ്. അപ്പോൾ ഏത് ഓഫീസിൽ ചെന്ന് ആ രേഖ കളക്ട് ചെയ്ത് എനിക്ക് എത്തിച്ചു തരേണ്ട ഉത്തരവാദിത്വം ആർക്കാണ്? ഞാൻ അപേക്ഷ സമർപ്പിച്ച ഓഫീസിനാണ്. പക്ഷേ ആ ഉത്തരവാദിത്വത്തിൽ നിന്നും അവരെന്ത് ചെയ്തു? സ്കിപ്പ് ചെയ്തു. മാത്രവുമല്ല, അങ്ങനെ ഒരു രേഖ അവിടെ സൂക്ഷിക്കുന്നില്ല എന്നൊരു മറുപടിയാണ് എനിക്ക് ഇന്ത്യൻ പ്രധാനമന്ത്രി ഓഫീസിൽ നിന്ന്. അദ്ദേഹത്തിൻ്റെ മതം ഇന്നതാണ് എന്ന് തെളിയിക്കുന്ന ഒരു രേഖ ഈ ഓഫീസിൽ സൂക്ഷിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് എനിക്ക് മറുപടി തന്നിട്ടുള്ളത്. ഞാൻ പറയുന്നത് 6 മതങ്ങളെ ഉൾപ്പെടുത്തുകയും മുസ്ലിം ആയാൽ ഇസ്ലാം മതത്തെ ഇതിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്തുകൊണ്ട് ഇന്ത്യയുടെ പൗരത്വത്തെ പുനർനിർവചിച്ചത് ശരിയായില്ല, ഭരണഘടനാ വിരുദ്ധമാണ്. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 14 നഗ്നമായി ലംഘിച്ചുകൊണ്ടുള്ള ഒരു നിയമമാണ് CAA എന്നുള്ള രീതിയിൽ ഇന്ത്യയിൽ പാസ്സാക്കിയത്. അത് മുസ്ലിങ്ങളെ അപരത്വത്തിൽ നിർത്തിക്കൊണ്ട് അവരെ ശത്രുപക്ഷത്ത് നിർത്തുന്നതായിട്ട് ഭാവിച്ചുകൊണ്ട് ഒരു തരത്തിലുള്ള വികാരം ഹൈന്ദവ ജനവിഭാഗങ്ങൾക്കിടയിൽ രൂപീകരിച്ചുകൊണ്ട് വോട്ട് സമാഹരിക്കുന്നതിന് വേണ്ടി നടത്തുന്ന ഏർപ്പാടാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിലേക്ക് നയിച്ച ഘടകം ഏതാണ്? അതാ ചർച്ച ചെയ്യുന്നത്. RSSന് BJP ഇതിലേക്ക് നയിച്ച ഘടകമുണ്ട്. വെറുതെ ഈ പറയുന്ന കാർഡ് എടുത്ത് ഉപയോഗിക്കുകയല്ല അവർ ചെയ്യുന്നത്. 1971 ഇന്ത്യ പാക് യുദ്ധം ഉണ്ടായല്ലോ, ബംഗ്ലാദേശ് വിഭജനത്തിലേക്ക് നയിച്ച, അല്ലെങ്കിൽ ബംഗ്ലാദേശിൻ്റെ രൂപീകരണത്തിലേക്ക് നയിച്ച ആ യുദ്ധത്തിൻ്റെ കാലത്ത് ധാരാളം ആളുകൾ മൈഗ്രൻസായി, അഭയാർത്ഥികളായി എന്ന് തന്നെ പറയാം, ഇന്ത്യയിലേക്ക് കടന്നു വന്നിരുന്നു. ബാംഗ്ലാദേശിൽ നിന്നാണ് വന്നത്. അവർ സെറ്റിൽ ചെയ്തത് ബംഗാളിലും ആസാമിലുമൊക്കെയായിരുന്നു. ലക്ഷക്കണക്കിന് ആളുകളുണ്ട്. അപ്പോൾ അത് ആസാമിൽ ആണ് പ്രധാനമായും വലിയ പ്രശ്നങ്ങളായി മാറിയത്. കാരണം ആസാമികളെ സംബന്ധിച്ചിടത്തോളം ബംഗാളികളാണ് വരുന്നത്. ബംഗ്ലാദേശിൽ നിന്ന് വരുന്നവരെയും അവർ കണക്കാക്കുന്നത് ബംഗാളികൾ. ഈ ബംഗാളികൾ കയറിക്കൂടി അവിടുത്തെ തേയിലത്തോട്ടങ്ങളിൽ, അവിടുത്തെ തൊഴിൽ മേഖലയിലാകെ അവർ വരികയും കുറേ കൂടി വിദ്യാഭ്യാസവും കായിക ശേഷിയും ഒക്കെ ഉള്ളവരാണ് ഈ ബംഗാളികൾ. അപ്പോൾ അവരത് കൈയടക്കി എന്നൊക്കെ പറഞ്ഞ് വലിയ അസ്വസ്ഥത അസാമികളുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അപ്പോൾ അത് പ്രശ്നമായി വന്ന് അവരെ ഈ പറഞ്ഞ രീതിയിൽ ബംഗ്ലാദേശിലേക്ക് മടക്കി അയക്കണം, അഭയാർത്ഥികളായി വന്നവർ ഇവിടെ എല്ലാം കൈയടക്കുന്നു എന്നുള്ള രീതിയിലുള്ള സാമൂഹ്യ പ്രശ്നങ്ങളുണ്ടാക്കി. അപ്പോൾ അതിലെ എക്സിക്യൂട്ടീവിന്, അന്നത്തെ ഭരണകൂടങ്ങൾക്ക് അത് പെട്ടെന്ന് കൈകാര്യം ചെയ്യാൻ കഴിയാത്ത സാഹചര്യം വന്നപ്പോൾ ഈ വിഷയം സുപ്രീം കോടതിയുടെ പരിഗണനയിൽ. സുപ്രീം കോടതി എന്ത് ചെയ്തു? അവിടെ NRC നടപ്പാക്കാൻ വേണ്ടി തീരുമാനിച്ചു. നാഷണൽ രജിസ്ട്രി ഓഫ് സിറ്റിസൺഷിപ്പ്, പൗരത്വ രജിസ്റ്റർ ഉണ്ടാക്കാൻ തീരുമാനിച്ചു. കോടിക്കണക്കിന് രൂപ, എനിക്ക് തോന്നുന്നു 1700 കോടി രൂപയോ മറ്റോ ചിലവായി എന്നാണ് അന്ന് ഞാൻ മനസ്സിലാക്കിയത്. എത്രയാണെന്ന് കൃത്യമായി ഞാൻ ഓർക്കുന്നില്ല. അങ്ങനെ ചിലവഴിച്ചു ഈ പറയുന്ന രജിസ്റ്റർ ഉണ്ടാക്കി. രജിസ്റ്റർ ഉണ്ടാക്കിയപ്പോഴാണ് അതിലെ ഏറ്റവും വലിയ തമാശ. അത് ആദ്യം തള്ളിക്കളഞ്ഞത്, ആ NRCയെ ആദ്യം തള്ളിക്കളഞ്ഞത്, അസാമിൽ NRC സ്വീകാര്യമല്ല എന്ന് പറഞ്ഞത് നാഗ്പൂരിലെ RSS. കാരണം എന്താ? അവിടെയാണ് അതിലെ തമാശ. ഇപ്പം ഞാനിതിൽ ഫേസ്ബുക്കിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ പോസ്റ്റ് ചെയ്ത സമയത്ത് അതിൻ്റെ ചോട്ടിൽ വന്നു, എന്തിനാണ് വിനോദേ നിങ്ങൾ ഈ മുസ്ലിം സഹോദരങ്ങളെ എന്തിനാണ് നിങ്ങൾ ഭയപ്പെടുത്തുന്നത് ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞിട്ട് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് RSSൻ്റെ BJPയുടെ ആളുകൾ എൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ താഴെ വന്ന് കമൻറ്റ് ചെയ്യുന്നുണ്ട്.
അപ്പം ഞാൻ അവരോട് വളരെ ലളിതമായ ഒറ്റ ചോദ്യം ചോദിച്ചു, താങ്കളുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് ഉണ്ടോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. താങ്കൾക്ക് ഇന്ത്യൻ പൗരനാണോ എന്നുള്ള അതിന് മറുപടി പറയാൻ അവർക്ക് കഴിയില്ല, അവർക്ക് കഴിയുന്നില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ NRC അസമിൽ നടപ്പാക്കിയ സമയത്ത് 19 ലക്ഷം പേരെ ഫിൽട്ടർ ചെയ്തതിന് ശേഷം ഒടുവിൽ ഫൈനൽ ഡ്രാഫ്റ്റിൽ 19 ലക്ഷം പേർ NRCയിൽ പൗരത്വ പട്ടികയിൽ പുറത്തായി, പൗരത്വത്തിൽ നിന്ന് പുറത്തായി. NPR ഉണ്ടാക്കി, അതിൻ്റെ അടിസ്ഥാനത്തിൽ പോപ്പുലേഷൻ രജിസ്റ്റർ ഉണ്ടാക്കി, അതിൻ്റെ അടിസ്ഥാനത്തിൽ NRC ഉണ്ടാക്കി വന്നപ്പോൾ 19 ലക്ഷം ആളുകൾ പുറത്തായി. ആ 19 ലക്ഷം ആളുകളുടെ ലിസ്റ്റിലൂടെ കണ്ണോടിച്ചപ്പോഴാണ് അതിൽ 14 ലക്ഷം പേർ നേരത്തെ പയ്യോളിയിലെ വക്കീലിനെ പോലെ ഹിന്ദു നാമധാരിയാണ്. അവിടെയാണ് അതിൻ്റെ പോയിന്റ്. 14, അതുകൊണ്ട് RSS തള്ളിയത്. 14 ലക്ഷം ആളുകൾ ഹിന്ദു നാമധാരികളായി മാറി. ബാക്കി എത്രയേ ഉള്ളൂ? ബാക്കി 5 ലക്ഷം ആളുകളെ എല്ലാ മതത്തിൽപ്പെടുന്നവരുള്ളൂ, അതിൽ മുസ്ലിങ്ങളും ഉണ്ടാവും. അപ്പോൾ പ്രശ്നമായല്ലോ. കാരണം പുറത്താക്കേണ്ടി വരുമ്പോൾ ആരാണ് പിന്നെ NRCയിൽപ്പെട്ട ആളുകൾക്ക് ബാധകമാകുന്ന നിയമം ഏതാണ്? പാസ്പോർട്ട് നിയമമാണ്, വിദേശികൾക്ക് വേണ്ടിയിട്ടുള്ള നിയമമാണ്. അപ്പം സ്വാഭാവികമായും NRCയിൽപ്പെട്ടില്ല, അവർക്ക് പിന്നെ അപ്പലേറ്റ് അതോറിറ്റിയിൽ പോകാം, ട്രിബ്യൂണലിൽ പോകാം. ഞങ്ങളുടെ വാദങ്ങൾ പരിഗണിച്ചില്ല, NRCയുടെ അടിസ്ഥാനം ഞങ്ങൾക്ക് പൗരത്വം നിഷേധിച്ചു എന്നൊക്കെ പറഞ്ഞ് അവിടെ പോയി എന്ന് പറഞ്ഞാൽ കേസ് കൊടുക്കാമെന്നാണ്. കേസ് കൊടുക്കുക, അവിടുന്ന് തള്ളിയാലോ? അവിടുന്ന് തള്ളിയിട്ടുണ്ടെങ്കിൽ ഈ 14 ലക്ഷം ഹിന്ദുക്കളും എവിടേക്ക് പോകണം? ഡിറ്റൻഷൻ സെൻറ്ററിലേക്ക് പോകണം. ഞാൻ ഭയപ്പെടുത്തല്ല, ഡിറ്റൻഷൻ സെൻറ്ററിലേക്ക് പോകണം. കാരണം എന്താ? ഇവിടെയുള്ള ആളുകൾ അഭയാർത്ഥികളല്ല. നമ്മൾ അഭയാർത്ഥികളെ ഇന്ത്യയിൽ ഉൾക്കൊള്ളുന്നതിന് വേണ്ടിയിട്ടുള്ള അന്താരാഷ്ട്ര ചാർട്ടറിൽ അല്ലെങ്കിൽ ആ ഒരു ഉടമ്പടിയിൽ ഇന്ത്യ ഒപ്പുവെച്ചിട്ടില്ലാത്തത് കൊണ്ട് നമുക്കിവിടെ അഭയാർത്ഥികൾ എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ വരുന്ന ആളുകൾ ആരാണ്? ഇല്ലീഗൽ മൈഗ്രൻസ് ആണ്, ഇല്ലീഗൽ മൈഗ്രൻസ്. അപ്പോൾ ഇവർ കൊണ്ടുവന്ന ക്ലോസ് എന്താണ്? ഈ പറയുന്ന അതിർത്തിയിലെ 3 രാജ്യങ്ങൾ. എന്തുകൊണ്ട് ഈ 3 രാജ്യങ്ങൾ ചോദിച്ചാൽ അവർക്ക് ഉത്തരവില്ല. കാരണം എന്താ? അവർ പറഞ്ഞ ഈ 3 രാജ്യങ്ങളും ഇസ്ലാമിക് സ്റ്റേറ്റ്സാണ്. ചൈനയിൽ നിന്ന് അവർ പറയുന്നില്ല, ശ്രീലങ്കയിൽ നിന്ന് പറയുന്നില്ല, മ്യാൻമറിൽ നിന്ന് പറയുന്നില്ല, എങ്ങനെയൊന്നും പറയുന്നില്ല. ഈ 3 രാജ്യങ്ങളിൽ നിന്ന് റിലീജിയസ് പെർസിക്യൂഷൻ നേരിടുന്ന, മതപരമായ പീഡനത്താൽ രാജ്യം വിടേണ്ടി വന്ന ആളുകൾക്ക് ഇന്ത്യയിൽ അഭയം കൊടുക്കുകയും ഇന്ത്യയിൽ അവർ വന്ന് താമസിക്കുന്നു. അഭയം കൊടുക്കാൻ പറ്റില്ല, ഇവിടെ വന്ന് താമസിക്കുന്നു, അവർക്ക് പൗരത്വത്തിന് അപേക്ഷിക്കാം. അങ്ങനെ പൗരത്വം കൊടുക്കുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ ഈ നിയമം ഉണ്ടാക്കിയത്. എടോ കടന്നു വന്ന RSSകാരുടെ ഭാഷ നിങ്ങൾ ശ്രദ്ധിച്ചോ? എടോ കടന്നു വന്നവർക്ക്, ഇവിടെ ഇന്ത്യയിലേക്ക് വന്നവർക്ക് പൗരത്വം കൊടുക്കുന്നതിനാണോ ഈ നിയമം എന്നാ? നമ്മളൊരു മണ്ടന്മാരാക്കുന്ന ചില പ്രയോഗങ്ങളാണ്. പൗരത്വം കൊടുക്കുന്നത് നിങ്ങളെന്തിനാ ഈ പ്രശ്നം ഉണ്ടാക്കുന്നതെന്നാ? NRC വന്ന വിവരം അറിയാം. ഈ NRCയുടെ അടിസ്ഥാനത്തിലല്ലാതെ CAA ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. NRCയുടെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾക്ക് പൗരത്വം ഇല്ല എന്ന് തീരുമാനിക്കപ്പെടുന്നത്. ആ NRC നടപ്പാക്കാതെ പൗരത്വ നിയമം നടപ്പാക്കാൻ പറ്റില്ല. ആ നിയമം നടപ്പാക്കിയ അസാമിലെ സ്ഥിതി ഇതാണ്. അങ്ങനെ വരുമ്പോൾ ഇത് കൊടുക്കാൻ വേണ്ടിയല്ല, കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിൽ ഒരുപാട് ആളുകളുടെ ഇത് ഇല്ലാതാക്കാനും ഈ നിയമത്തിന് കഴിയും. കാരണം എന്താ? നമ്മൾ ഈ NRCയുടെ പുറത്ത് വരുന്ന സമയത്ത്, ഇത് പരിഗണിക്കുന്ന സമയത്ത് നിങ്ങൾ 71 മുമ്പ് ഇന്ത്യയിലേക്ക് വന്നതാണ്. ഇതാ കണ്ടീഷൻ, ചോദ്യങ്ങളുണ്ട്. 2014 മുമ്പ് ഇവിടേക്ക് എത്തിയത് ആളുകൾക്കൊക്കെ ചോദ്യം ഇതാണ്, നിങ്ങൾ എത്തിയ ഇവിടേക്ക് കടന്നു വന്നയാളാണോ? അങ്ങനെ പിന്നെ കണക്കാക്കാൻ പറയാൻ കഴിയുമോ? പലർക്കും കഴിയില്ലല്ലോ. ഇവർ ഈ പറയുന്ന എല്ലാ RSSകാരനും അവരുടെയൊക്കെ പിതാമഹന്മാരുടെ കുഴിമാടം തോണ്ടേണ്ടി വരും. അവരൊക്കെ സൂക്ഷിച്ചു വെച്ച ആമാടപ്പട്ടി തുറക്കേണ്ടി വരും. അല്ലാതെ എവിടെ നിന്ന് രേഖ ഉണ്ടാക്കാൻ? ഈ പറയുന്ന രീതിയിൽ ഇവിടെ രാജ്യത്ത് ജീവിച്ചിരുന്നു എന്ന് തെളിയിക്കുന്ന എന്ത് രേഖ ഇവർക്ക് ഹാജരാക്കാൻ പറ്റും? പാസ്പോർട്ട് പറ്റില്ല, ആധാർ കാർഡ് പറ്റില്ല, അത്തരത്തിലുള്ള ഒരു രേഖയും പറ്റില്ല. എനിക്ക് തോന്നുന്നത് ശരിക്കും ഈ നിയമം പാസ്സാക്കാനുള്ളതല്ല, ശരിക്കും ഇലക്ഷൻ വന്നപ്പോൾ ആളുകളൊന്ന് വികസനത്തിൽ നിന്ന് ചർച്ച മാറ്റിവിട്ട് ഇപ്പൊ 4 കൊല്ലം ഫ്രീസറിൽ വെച്ചല്ലോ ഈ നിയമം, ഫ്രീസറിൽ വെച്ചല്ലോ ഇവർ പാസ്സാക്കിയ നിയമം. സുപ്രീം കോടതിയോട് പറഞ്ഞു, റിവ്യൂ പെറ്റീഷൻസ് വന്നപ്പോൾ പറഞ്ഞു, അയ്യോ തിടുക്കം കൂട്ടണ്ട, ഞങ്ങളത് പിന്നെ നടപ്പാക്കാൻ വേണ്ടി പോകുന്നല്ല, നിയമം പാസ്സാക്കി വെച്ചു എന്നേ ഉള്ളൂ, അതിനൊരു സന്ദർഭം വരുമ്പോഴേ എടുക്കുള്ളൂ, തിരക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ കാരണം ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കിയ നിയമം സുപ്രീം കോടതി സസ്പെൻഡ് ചെയ്യുക, സ്റ്റേ ചെയ്യുക എന്നൊക്കെ പറയുന്നത് സുഖകരമായ ഒരു കീഴ്വഴക്കല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ സുപ്രീം കോടതി അല്ല ഞങ്ങളിപ്പോൾ നടപ്പാക്കുന്നില്ല എന്ന് പറഞ്ഞു. അതിന്റെ ഭാഗമായിട്ട് എന്ത് പറഞ്ഞു? വളരെ പ്രധാനപ്പെട്ട പോയിന്റാ, ഞങ്ങൾ ആസാമിൽ നടപ്പാക്കാൻ ശ്രമിച്ച NRC നിർത്തിവെക്കുന്നു എന്ന് പറഞ്ഞു സുപ്രീം കോടതിയിൽ. സ്റ്റേറ്റ് ഗവൺമെന്റ്, കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞതാ, NRC ഞങ്ങൾ നിർത്തിവെക്കുന്നു, അതിനെ തുടർന്നുള്ള നടപടി. അപ്പോൾ അതിൻ്റെ പുറത്ത് ചട്ടങ്ങൾ ഉണ്ടാക്കി, പോർട്ടൽ ഉണ്ടാക്കി ഇപ്പോൾ നടപ്പാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ്. എന്താ കാരണം എന്നറിയോ? ഇവരുടെ പ്രതീക്ഷ രാമക്ഷേത്രം വോട്ട് കൊണ്ടുവരുന്നായിരുന്നു. രാമക്ഷേത്രം കാരണം എത്രയോ വലിയ പ്രക്ഷോഭങ്ങളോട് രാമക്ഷേത്രം ഉണ്ടാക്കിയതാ. പക്ഷെ രാമക്ഷേത്രം അങ്ങോട്ട് ഏശിയില്ല എന്നൊരു തോന്നൽ അവരുടെ തലച്ചോറുകളിലേക്ക് അവർക്ക് വേണ്ട ഏജൻസികൾ കൊടുത്തിട്ടുണ്ട്. ഇത് വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന, തെരഞ്ഞെടുപ്പിൽ 10 വോട്ട് കൊണ്ടുവരുന്ന ഒരു സാധനം അല്ല കേട്ടോ ഇത്. കാരണം എന്താ?
നിങ്ങൾ ഉണ്ടാക്കിക്കോ, നിങ്ങൾ പൊളിച്ചതല്ലേ, നിങ്ങൾ ഉണ്ടാക്കിക്കോ എന്നുള്ള നിലപാടിലേക്ക് ആര് പോയി? ഈ രാജ്യത്തെ പിന്നെ ന്യൂനപക്ഷം എന്ത് ചെയ്തു? ഇത് ഇവരുപയോഗിച്ചതിൽ രാഷ്ട്രീയ ലാക്ക് കാണുകയാണ്. ഇതുപയോഗിച്ച് ഇവിടെ കുഴപ്പങ്ങളുണ്ടാകുമെന്ന് പ്രതീക്ഷിച്ച് അതിലൂടെ ഒരു ധ്രുവീകരണം ഉണ്ടാക്കി ആ ധ്രുവീകരണത്തിലൂടെ വോട്ട് നേടാമെന്ന ലാക്കാണ് BJPയുടെ മുമ്പിലുള്ളത് എന്ന് അവരെക്കാൾ ചുവടെ ആര് മനസ്സിലാക്കി? ഇന്ത്യയിൽ വളരെ വയസ്സായി. ഇന്ത്യയിലെ ന്യൂനപക്ഷം പഴയ പോലെ വൈകാരികമായി എന്തെങ്കിലും എടുത്തു ചാടുന്നവരാ. അങ്ങനെയാണ് പലപ്പോഴും ഇന്ത്യയിലെ ന്യൂനപക്ഷത്തെ, പ്രത്യേകിച്ച് മുസ്ലിം ന്യൂനപക്ഷത്തെ ആളുകൾ കണക്കാക്കിയത്. അവർ വൈകാരികമായി പ്രതികരിക്കുന്നവരാണ്. പക്ഷേ അവരിപ്പോൾ വയസ്സായി പ്രതികരിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഇപ്പോൾ ചട്ടം വന്നപ്പോൾ നിങ്ങൾ എടുത്തു നോക്കൂ, ഇത് വേറെ ചൂണ്ടയാണ്. ആരാ പറയുന്നതെന്നറിയോ? ഇവിടുത്തെ നിങ്ങൾ സോഷ്യൽ മീഡിയ എടുത്തു നോക്കൂ, വളരെ വയസ്സായി വിവേകത്തോടു കൂടി ഈ വിഷയത്തെ കൈകാര്യം ചെയ്ത്, ഞാൻ പറയുന്നത് വൈകാരികമായിട്ട് കൈകാര്യം ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന മുസ്ലിങ്ങളാണ്. ഈ CAA ചട്ടത്തെ ഉൾപ്പെടെ ഇത് വേറെ ആവശ്യത്തിനാണ് കേട്ടോ എന്ന് അവർ നമ്മളോട് പറയാം. എന്താ പറയുന്നത്? ഇത് 10 വോട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. രാമക്ഷേത്രം വോട്ട് കൊണ്ടുവരില്ല എന്ന് കണ്ടപ്പം കുറേ കൂടി ആളുകളിലേക്ക് തീവ്രമായി ഭിന്നിപ്പുണ്ടാക്കുന്ന, ഈ ധ്രുവീകരണം ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഈ സാധനം എടുത്ത് 4-4.5 വർഷത്തിന് ശേഷം എടുത്ത് പ്രയോഗിക്കുകയാണ്. ഇപ്പോൾ സുപ്രീം കോടതിയിൽ നിയമപരമായിട്ടുള്ള ഫൈറ്റ് മതി ഇതിന്. ഞാൻ പറയും, തെരുവിൽ ഫൈറ്റ് ചെയ്യേണ്ട ഒരു കാര്യമില്ല. നിയമപരമായി ജനങ്ങളെ ബോധവൽക്കരിക്കണം, ജനങ്ങൾ ഇതിൻ്റെ ഗൗരവം മനസ്സിലാക്കണം, ജനങ്ങളിലേക്ക് സംവാദവുമായി ഈ പറയുന്ന തരത്തിൽ ജനങ്ങളുടെ ഭയം ഇല്ലാതാക്കുന്ന ഒരു തരത്തിലുള്ള സംവാദങ്ങൾ നാട്ടിൽ നടക്കണം. നിയമപരമായ പോരാട്ടം നടക്കണം. നിയമപരമായ പോരാട്ടം ഇന്ത്യൻ സുപ്രീം കോടതി ഇന്ത്യൻ ഭരണഘടനയെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ഭരണഘടനാ സ്ഥാപനമാണെങ്കിൽ ഒരു സംശയവും വേണ്ട, ഈ നിയമം അറബിക്കടലിൽ തന്നെയായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം ഇന്ത്യൻ ഭരണഘടനയുടെ അന്തസ്സത്തയെ ചോദ്യം ചെയ്തുകൊണ്ടാണ് ഈ നിയമത്തിലെ ചട്ടങ്ങൾ വന്നിട്ടുള്ളത്. ഇതിലെ ഉപവകുപ്പുകൾ, എല്ലാ വകുപ്പുകളും കടന്നു വന്നിട്ടുള്ളത്. മതം എന്ന് പറയുന്നത് ഇന്ത്യയുടെ പൗരത്വത്തിൻ്റെ ഭാഗമാക്കുക എന്ന് പറയുന്നത് ഒരു തരത്തിലും ഭരണഘടനാനുസൃതമായി നടപ്പാക്കാൻ കഴിയുന്ന കാര്യമല്ല. അതുകൊണ്ട് തന്നെ ഇത് ഇന്ത്യൻ ഭരണഘടനയെ സംരക്ഷിക്കുന്നതാണ്, ഇന്ത്യൻ ഭരണഘടനാടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നതാണ് ഇന്ത്യയുടെ സുപ്രീം കോടതി എങ്കിൽ ഒരു സംശയവും വേണ്ട, ഈ നിയമം ചവിറ്റുകൊട്ടയിലായിരിക്കും അക്കാര്യത്തിൽ. തീർച്ചയായും കാരശ്ശേരി മാഷ് മുൻപ് പറഞ്ഞ പോലെ പൗരത്വം നടപ്പിലാക്കേണ്ടത് തന്നെയാണ്. അത് നടപ്പിലാക്കേണ്ടത് തന്നെയാണെന്ന് ആവർത്തിച്ച് പറയുമ്പോഴും അത് BJP എന്നുള്ള പ്രസ്ഥാനം, അതിൻ്റെ ബാക്കിൽ RSS എന്നുള്ള അജണ്ട ഇവർ നടപ്പിലാക്കുമ്പോൾ മാത്രമാണ് ഇതിനെ ചോദ്യം ചെയ്യപ്പെടുന്നത്. നന്ദി, നമസ്കാരം.